ഓൺലൈൻ ഷോപ്പിംഗ് വേറൊരു റേഞ്ച് ആക്കാൻ മൈജി ഷോപ്പിംഗ് ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച, മലയാള മാസം മീനം 10-ാം തീയതിയാണ്, മാർച്ച് 24. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ മോർണിംഗ് ഷോ ആരംഭിക്കുന്നു. ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ പല ഭാഷകളിൽ ഇരുന്ന് ഈ മോർണിംഗ് ഷോ കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുമതിയോടെ നമ്മൾ ആരംഭിക്കുന്നു. വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59 ആകുന്നു. നമുക്ക് ഒരുപാട് വാർത്തകൾ ഈ പ്രഭാതത്തിലും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്ത് വേനൽ ചൂട് തകർക്കുന്നു, അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട മഴയും ഉണ്ട്. എന്തൊക്കെയാണ് ഈ പ്രഭാതത്തിൽ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ് ഞാൻ. സംസ്ഥാനത്ത് അനിശ്ചിതകാല ബസ് സമരം ആരംഭിച്ചു. മിനിമം ചാർജ് 12 രൂപയും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 6 രൂപയും ആക്കണമെന്നാണ് അവരുടെ ആവശ്യം. നിരക്ക് വർധന ഉറപ്പ് നൽകിയിട്ടും സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന് ബസ് ഉടമകളുടെ പരാതി. സിൽവർ ലൈൻ പദ്ധതിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. വായ്പാ വിഷയത്തിലെ പ്രശ്നങ്ങൾ അടക്കം എല്ലാ ഇഷ്യൂസും ഉന്നയിക്കും. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി നേതാക്കൾ നയിക്കുന്ന മഹാസംഗമം ഇന്ന് സെക്രട്ടേറിയറ്റിൽ. പ്രതിപക്ഷ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. യുക്രൈനുമേൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം തികയുന്നു. കീഴടങ്ങാതെ ചെറുത്തുനിൽപ്പ് തുടർന്ന യുക്രൈൻ. 15,000-ലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന യുക്രൈൻ. മുല്ലപ്പെരിയാർ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം. പുതിയ അണക്കെട്ട് മാത്രമാണ് പരിഹാരമെന്ന് കേരളം. ആവശ്യത്തെ എതിർത്ത് തമിഴ്നാട്. മേൽനോട്ട സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തിന്മേൽ തമിഴ്നാട് ഇന്ന് മറുപടി നൽകിയേക്കും. അതേപോലെ പാലക്കാട് പന്നിയങ്കരയിൽ ഇന്നു മുതൽ എല്ലാവരും ടോൾ നൽകണം. പ്രദേശവാസികൾക്ക് നൽകിയ സൗജന്യ യാത്ര നിർത്തലാക്കിയ കരാർ കമ്പനി. സ്വകാര്യ ബസ്സുകൾക്കും ഇളവ് നൽകില്ല. പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ തീരുമാനം. കുതിച്ചുയരുന്ന ഇന്ധനവില ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടാൻ പ്രതിപക്ഷം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ബാക്കിയൊക്കെയുള്ള ചെറിയ പ്രാദേശിക വാർത്തകളൊക്കെ തന്നെ, ലോക്കൽ വാർത്തകളൊക്കെ തന്നെ നമ്മൾ പോകെ പരിശോധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് 10 മണി വരെ തുടരുന്ന മോർണിംഗ് ഷോ. പ്രേക്ഷകർ എനിക്കൊപ്പം തുടരുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് അനിശ്ചിതകാല ബസ് സമരം ആരംഭിച്ചു. മിനിമം ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് 6 രൂപയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. കഴിഞ്ഞ നവംബറിൽ സമരം പ്രഖ്യാപിച്ചെങ്കിലും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തറും കൊച്ചിയിൽ നിന്ന് വിനീത ബിജിയും ചേരുന്നു. ആദ്യം ഷെഫീദ് റാവുത്തറിലേക്ക്. ഗുഡ് മോർണിംഗ് ഷെഫീദ് റാവുത്തർ. ബസ് സമരം ആരംഭിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് കടുത്ത രീതിയിൽ തന്നെയായിരിക്കുമോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. നിലവിൽ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, തിരുവനന്തപുരത്ത് അത് കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ആദ്യ മണിക്കൂറുകളിൽ മനസ്സിലാക്കുന്നത്. കാരണം സംയുക്ത സമരസമിതി, 5 സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇക്കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഈ പണിമുടക്കിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ബസ് ഉടമകൾ പറയുന്നത്, ഗതികേട് കൊണ്ട് പ്രഖ്യാപിച്ച പണിമുടക്ക് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നവംബറിലാണ് സംസ്ഥാന സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്നത്. നിരക്ക് വർധന അടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതായത് ഡീസൽ വില വർധനവ്, കോവിഡ് പ്രതിസന്ധി, ഇതുമൂലം നട്ടം തിരിയുകയാണെന്നും ഒരു ഷെഡ്യൂൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനോട് നിരക്ക് വർധന സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടത്. അന്ന് നിരക്ക് വർധന ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ, 2021 നവംബറിൽ നടത്തിയ ചർച്ചയിൽ ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് പലതവണ ചർച്ച നടത്തിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിരക്ക് വർധന നടപ്പിലാക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നതല്ലാതെ അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അതിനുശേഷമാണ് മാസങ്ങൾക്കിപ്പുറം നിരക്ക് വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചൊരു സമരത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ കടക്കുന്നതെന്ന സൂചനയാണ് അവർ നൽകുന്നത്. പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് മിനിമം ചാർജ് 12 രൂപയാക്കി ഉയർത്തണം. അതേപോലെ തന്നെ കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസയാക്കണം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 6 രൂപയാക്കി ഉയർത്തണം എന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു നയപരമായ നിലപാടെടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അത് വൈകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 6 രൂപയാക്കി ഉയർത്തിയാൽ അത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയേക്കും. അതേസമയം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മിനിമം ചാർജ് 10 രൂപയാക്കി ഉയർത്താം, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കാമെന്നടക്കമുള്ള ശുപാർശയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടായി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. വിഷയം ഏതായാലും
ഈ മാസം 30-ന് ചേരുന്ന LDF യോഗത്തിലടക്കം ചർച്ച ചെയ്യും. കാരണം വിദ്യാർത്ഥി സംഘടനകൾ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളടക്കം ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തുന്നതിൽ വലിയ തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ നയപരമായ ഒരു നിലപാടായി മാത്രമേ സംസ്ഥാന സർക്കാരിന് കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ LDF യോഗത്തിലടക്കം വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. അതേസമയം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് ഈ നിരക്ക് വർധനവിനപ്പുറത്തേക്ക് ഈ കോവിഡ് കാലത്ത് പൂർണ്ണമായും നികുതി ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വിദഗ്ധ റിപ്പോർട്ടുകൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അതുകൂടി നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം സ്വകാര്യ ബസ് ഉടമകൾ ഏതായാലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഇവരുടെ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആദ്യ മണിക്കൂറുകളിൽ കാര്യമായി പണിമുടക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്നില്ല. എല്ലാ ബസ്സുകളും പണിമുടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരപരിധിയിൽ 90 ബസ്സുകളാണുള്ളത്. ആ 90 ബസ്സുകളിൽ മിക്ക ബസ്സുകളും നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം തന്നെ റൂറൽ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആറ്റിങ്ങലാകട്ടെ, നെയ്യാറ്റിൻകരയാകട്ടെ, നെടുമങ്ങാടാകട്ടെ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആ ബസ്സുകൾ കുറച്ചെങ്കിലും പണിമുടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം തന്നെ നഗരപരിധിയിലെ ബസ്സുകൾ കൂടി കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പണിമുടക്കിലേക്ക് കടക്കും. 1 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സ്വകാര്യ ബസ് സമരം വിദ്യാർത്ഥികളെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ആന്റണി രാജു അടക്കം പറഞ്ഞത് അങ്ങനെയാണ്. കാരണം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു പണിമുടക്കിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ പോകുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അതേപോലെ ഗതാഗത മന്ത്രിയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ അപ്പാടെ മാറി മറിഞ്ഞു. അവർ പണിമുടക്കുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അതേസമയം തന്നെ പണിമുടക്കിനെ നേരിടാൻ KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടുതൽ ഷെഡ്യൂളുകളും ട്രിപ്പുകളും KSRTC നടത്തുന്നു. ബോൺ സർവീസുകളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു. മാത്രവുമല്ല ജീവനക്കാരുടെ അവധിയടക്കം റദ്ദാക്കിക്കൊണ്ട് കൂടുതൽ സർവീസുകൾ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ സംസ്ഥാന സർക്കാർ ഈ സ്വകാര്യ ബസ് സമരത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലേക്ക് അത്തരം ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. സ്കെയിൽ ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ്. ഇനി കൊച്ചിയിൽ എങ്ങനെയാണ് സമരം എന്ന് അറിയാൻ വേണ്ടി വിനീത VG നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, എനിക്കൊന്ന് വൈറ്റ്ല ഹബിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? സമരം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി ബാധിച്ചേക്കും തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിലും റൂറൽ മേഖലകളിലുമായി 926 പ്രൈവറ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളെല്ലാം ഇന്ന് സ്റ്റാൻഡിലേക്ക് തന്നെ കയറ്റിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരൊറ്റ ബസ് പോലും നിരത്തിലേക്ക് ഇറക്കില്ല എന്ന് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് അവരുള്ളത്. അതായത് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് 12,000-ഓളം ബസ്സുകളിൽ 5,000 ബസ്സുകൾ മാത്രമാണ് നിരത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോൾ തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം അവരുടെ ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇളവ് തരണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ മന്ത്രി ആന്റണി രാജുവിനെ ഒക്കെ തന്നെ തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും ആ കാര്യങ്ങളൊന്നും പ്രാവർത്തികമായിരുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് നിരക്ക് വർദ്ധിക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങളുമായി അവർ രംഗത്തേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് 12 രൂപയാക്കണം, ഒപ്പം തന്നെ കിലോമീറ്ററിന്റെ അതനുസരിച്ചിട്ടുള്ള സർവീസ് ചാർജ് വർദ്ധിപ്പിക്കണം, വിദ്യാർത്ഥികളുടെ കൺസെഷൻ 6 രൂപയാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരൊറ്റ ബസ് പോലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകൾ ആരംഭിച്ചിരിക്കുന്നു. അവരെ ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കാനൊക്കെയുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. കൂടുതൽ സർവീസുകൾ KSRTC നടത്തുമെന്ന് പറയുമ്പോഴും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ഇപ്പോഴും ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ പ്രൈവറ്റ് ബസ്സുകളാണ് റൂറൽ മേഖലകളിലേക്ക് അടക്കം സജീവമായി നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ആ ബസ്സുകളൊന്നും തന്നെ ഇപ്രാവശ്യം ഇന്ന് മുതൽ നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചില ബസ് ജീവനക്കാർ നമ്മളോടൊപ്പം, പ്രൈവറ്റ് ബസ് ജീവനക്കാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ അവരത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സമരത്തിലേക്ക് ഒരിക്കലും ഞങ്ങൾ നിർബന്ധമായിട്ട് പോകുന്നതല്ല. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം കൊറോണ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വേതനം എന്ന് പറഞ്ഞാൽ 560 തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇതായിക്കൊണ്ടിട്ട്. പക്ഷേ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാതെ ഇനി ഒരു രക്ഷയില്ല. കാരണം ഡീസൽ വില അതുപോലെ തന്നെ കുതിച്ചു ഉയർന്നിട്ടിരിക്കുകയാണ്. ഒലപ്പടക്കിന് തീ പിടിക്കുന്ന പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഒന്ന് റിലാക്സ് ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷമില്ല മുടക്കുന്നതിൽ. പക്ഷേ ഇതിങ്ങനെ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വണ്ടിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കണക്കാക്കി അവർ ഞങ്ങൾക്ക് വേതനം കുറച്ചാണ് തരുന്നത്. എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചും കൺസെഷൻ വർദ്ധിപ്പിച്ചാൽ മാത്രമേ പ്രൈവറ്റ് ബസ് മേഖല രക്ഷപ്പെടുകയുള്ളൂ. ഇനി മറ്റൊരു ചർച്ചയ്ക്കൊന്നുമില്ല. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇപ്പോൾ 10 മണിക്ക് ചർച്ച ഉണ്ടെന്നൊക്കെ പറയണത് അറിയില്ല. എങ്കിലും ഞങ്ങളത് വിശ്വസിച്ചാണ് ഇരിക്കണം. കാരണം ഞങ്ങൾക്കൊരിക്കലും ദീർഘകാലം അനിശ്ചിതകാലം മുടക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെല്ലാം തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് വേതനം കിട്ടിയാൽ വേണം ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ബസ് മുതലാളിമാർ പറയുന്നത് അവർക്ക് ഓടിയിട്ടൊന്നും കിട്ടാനില്ലെന്നാണ്. കാരണം ഡീസൽ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ചാർജ് വർധനയും കൺസെഷൻ്റെ കാര്യങ്ങളൊന്ന് ഉറപ്പാക്കി ഞങ്ങളുടെ മന്ത്രി ഞങ്ങളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും നടപടി
ഈ ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം പകുതി ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുവിധം ആളുമായി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഡീസൽ വില വർദ്ധിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇത് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഈ ഒരു ദിവസം മുടക്കിൽ ഞങ്ങൾക്ക് സന്തോഷമല്ല. ഞങ്ങൾക്ക് വീണ്ടും സർവീസ് തുടങ്ങാനുള്ള ഒരു എന്താ പറയുക നിലപാടുണ്ടാക്കി തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നഗര മേഖലയിൽ മാത്രമല്ല റൂറൽ മേഖലകളിൽ ബസ് ഒന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങില്ല. ഞങ്ങൾ ഓടുന്നത് വൈറ്റില സർക്കിൾ വണ്ടിയാണ്. അതിൽ തമ്മനം മേഖലയിൽ കൂടെയാണ് ഞങ്ങൾ ഓടുന്നത്. ആ മേഖലയിൽ കൂടെ സർക്കാർ വണ്ടി ഒന്നും ഓടുന്നില്ല. വിദ്യാർത്ഥികളടക്കം അനേകം യാത്രക്കാരാണ് ഞങ്ങളുടെ വണ്ടിയിൽ സ്ഥിരം യാത്ര ചെയ്യുന്നത്. അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ഒരു വിഷമമാണ് അവരെ കൊണ്ടാതിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 500-550 രൂപയാണ്. പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന 1200 രൂപ വരെയും വേതനം കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് കിട്ടുന്നത് 500-550 രൂപ. ഞങ്ങളുടെ മുതലാളിമാർക്ക് കിട്ടുന്നത് 120 രൂപ 300 രൂപ വരെയാണ് ഒരു ദിവസത്തെ ബാലൻസ് കിട്ടുന്നത്. വണ്ടിയുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ അവർക്കും നഷ്ടമാണ്, ഞങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയത്തുമില്ല. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങൾക്ക് ഇതിനോട് പണിമുടക്കത്തിനോട് സഹകരിക്കാൻ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷേ സർക്കാർ ഇതിനെന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്യുന്നു? ബാക്കി എല്ലാ മേഖലയിലും സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. വിനീത, മറ്റൊരു കാര്യം, ഇന്ന് പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് യൂട്യൂബിലൂടെ ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് വിവരമാണ് കൊച്ചി ബ്യൂറോയിൽ ലഭിച്ചിട്ടുള്ളത്? എസ് കെ, നിലവിലുള്ള പരീക്ഷകളൊക്കെ തന്നെ അങ്ങനെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരീക്ഷകളെ ഈ സമരം ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ ആ മേഖലകളിലേക്കൊക്കെ അടക്കം കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമുണ്ടാകില്ല. എസ് കെ, ഓക്കെ, താങ്ക് യു. വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പണിമുടക്ക് എത്രയും വേഗം അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുന്നു. മറ്റൊരു സ്റ്റോറിയിലേക്ക് ഞാൻ കടക്കുകയാണ്. വനത്തോട് ചേർന്ന് നിൽക്കുന്ന പാലപ്പള്ളി റബ്ബർ എസ്റ്റേറ്റുകൾ വാർത്തകളിൽ എപ്പോഴും നിറയുന്നത് വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴാണ്. എന്നാൽ അതിനൊക്കെ ഇടയിൽ അവിടെയുള്ള മറ്റൊരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എസ്റ്റേറ്റിനുള്ളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച തൂക്കുപാലങ്ങൾ ഇപ്പോഴും അവിടെ സംരക്ഷിച്ചു പോരുന്നു. തൊഴിലാളികൾക്ക് തോട് മുറിച്ച് കടക്കാൻ വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ പണ്ട് ഒരുക്കിയിരുന്നത്. പാലപ്പള്ളിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തപ്പി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പാലം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരത്തിൽ 3 പാലങ്ങളുണ്ട് ഈ ഭാഗത്ത് തന്നെ. ഇപ്പം ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണഗതിയിൽ ഈ വനത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ കോൺക്രീറ്റ് മറ്റു വസ്തുവകളൊക്കെ എത്തിച്ച് പാലം പണിയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തൂക്കുപാലങ്ങളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അവർക്ക് കടന്നു പോകുന്നതിനുള്ള എളുപ്പ വഴിയാകും. അതേസമയം റോഡുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് എത്തുന്ന രീതിയിൽ റോഡുകളൊക്കെ തന്നെയുണ്ട്. അതല്ലാതെ നടപ്പാത എന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള തൂക്കുപാലങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ആട്ടുപാലം, തൂക്കുപാലം എന്നൊക്കെ ഇതിനെ പറയും. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള പാലമാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 1920 കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തുകാരൊക്കെ പറയുന്നത്. കമ്പി കൊണ്ടുള്ള റോപ്പ് വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയാണെങ്കിൽ നമുക്ക് കാണാം പലകയാണ്. ഇത് ഈ ഇടെ പുതുക്കി പണിതതാണ്. അത്ര കാലം പഴക്കമുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് പുതുക്കി പണി. എനിക്ക് തോന്നുന്നു ഈ പലക മാത്രമാണ് അത്തരത്തിൽ പുതുക്കി പണിയുന്നതെന്നാണ്. പുളിയുടെ മരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു നടപ്പാതയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ വഴി ഉപയോഗിക്കുന്നത് ഈ തോട്ടത്തിലെത്തുന്ന തോട്ടം തൊഴിലാളികളാണ്. ഒരുപക്ഷെ പലപ്പോഴും വന്യജീവി ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒരുപക്ഷെ ഇതുപോലെയുള്ള പാലങ്ങൾ സഹായകമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ തൊഴിലാളികൾ പറയുന്നുണ്ട്. ഇത് കാരണം ഇപ്പോൾ ഉള്ള തൊഴിലാളികളൊക്കെ പണിക്ക് പോകാനൊക്കെ ഇതും കൂടിയാണ് കടന്നു പോവുക. പിന്നെ ഞങ്ങളെ പോലത്തെ വാച്ചർമാർ ആനൊക്കെ ഓടിക്കുമ്പോൾ അഥവാ തിരിച്ച് ഓടിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇതുമ്മ കയറും. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇത് 3 ഉണ്ട്. അപ്പുറത്ത് വേറെ 2 എസ്റ്റേറ്റ് ഉണ്ട്. അവിടെയും ഇതേമാതിരി ആട്ടുപാലങ്ങളുണ്ട്. വലിയ ആട്ടുപാലങ്ങൾ അപ്പുറത്തുണ്ട്. ഒരുപാട് സഞ്ചാരികൾ വരാൻ ഡാമിക്ക് പോണ സഞ്ചാരികളൊക്കെ അവർ ഈ ആട്ടുപാലങ്ങൾ വന്ന് ഫോട്ടോ എടുക്കലും പിന്നെ കല്യാണങ്ങളുടെ വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. ചിമ്മിനി ഭാഗത്തേക്കൊക്കെ എത്തുന്ന സഞ്ചാരികൾ പലരും ഇത്തരത്തിൽ ഇവിടെയുള്ള തൂക്കുപാലങ്ങൾ കാണുന്നതിനും അവിടുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ തന്നെ എത്താറുണ്ട്. ഏതായാലും പണ്ട് മുതലേ ഉള്ള ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശ്ശൂർ.
ഹായ് സുധീഷ, വേഗം പാലത്തിൽ നിന്ന് ഇറങ്ങിപ്പോരൂ. ഇനി നമ്മൾ അടുത്ത സ്റ്റോറിയിലേക്ക്, ഡൽഹിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. കേരള ഹൗസിലാണ് രാധാകൃഷ്ണൻ ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുകയാണ്. സെർവർ ലൈൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാധാകൃഷ്ണന് ഡൽഹി ബ്യൂറോയിൽ എന്തൊക്കെ വിവരങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു, അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന സമര പരമ്പരകൾ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട്. ആ സമരത്തിൽ കോൺഗ്രസിന് ഒപ്പം വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാജ്യസഭയിൽ കേരളത്തിൻ്റെ നിന്നുള്ള വി മുരളീധരൻ, കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി, അദ്ദേഹം വ്യക്തമാക്കിയത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികളെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഈ പദ്ധതി കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് എതിരാണ് എന്നതാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP രാഷ്ട്രീയമായിട്ട് ഈ പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് സംസ്ഥാന സർക്കാരിന് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പിന്തുണ ഉറപ്പാക്കി മാത്രമേ മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ അജണ്ട ഇതാണ്. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുക വഴി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുക, ഭരണപരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത്. ഭരണപരമായിട്ടുള്ള അനുകൂല നിലപാട് പ്രധാനമായും ഉണ്ടാകേണ്ടത് റെയിൽവേയിൽ നിന്നാണ്. റെയിൽവേ ഇപ്പോൾ ഈ പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പളായിട്ടുള്ള ഒരു അനുമതി മാത്രമാണ്, പ്രാഥമിക അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത്. റെയിൽവേ ഇപ്പോഴും പറയുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വായ്പ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത തങ്ങൾക്ക് പേറാനായി സാധിക്കില്ല എന്നുള്ളതാണ്. കേരളം തന്നെ ഈ വായ്പയുടെ ബാധ്യത ചുമക്കാനായി തയ്യാറാവുകയാണെങ്കിൽ മാത്രം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് റെയിൽവേയുടെ നിലപാട്. ഈ നിലപാട് പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് വായ്പ നേടിയെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിന് തിരിച്ചടിയാകും. വായ്പയുടെ പലിശയുടെ കാര്യത്തിലും ഒരുപക്ഷെ കേരളത്തിന് കൂടുതൽ പലിശ നൽകേണ്ട ഒരു സാഹചര്യം ഈ നിലപാട് മൂലം ഉണ്ടാകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ കൂടിക്കൊണ്ട് അനുകൂലമായിട്ടുള്ള സമീപനമെടുക്കുക, റെയിൽവേക്ക് കൂടി ഈ ബാധ്യത എന്ന രീതിയിൽ കേരളവും കേന്ദ്രവും ഒരുമിച്ച് സഹകരിക്കുന്ന പദ്ധതി എന്ന രീതിയിൽ ഇതിനെ കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ദൗത്യം. ഭരണപരമായി അതിനു വേണ്ടിയിട്ടുള്ള സഹായം നേടിയെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. രണ്ടാമത്തത് BJP നടത്തുന്ന രാഷ്ട്രീയമായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇതിൽ ഒരു വീറ്റോ അധികാരം ഇപ്പോൾ BJPയെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിക്കാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് BJPയെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതിന് പ്രധാനമന്ത്രി വഴങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാജ്യസഭയിൽ വ്യക്തമാക്കിയ നിലപാട് എന്തായാലും BJPയുടെ കേന്ദ്ര നേതൃത്വം കൂടി അറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം അത്ര ശക്തമായിട്ടാണ് വി മുരളീധരൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നിലപാട് പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അനുകൂല സമീപനം നേടിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഏത് വിധത്തിലാകും കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. 11 മണിക്ക് പാർലമെന്റിൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടക്കാനായി പോകുന്നത്. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയായി നമുക്ക് ഇന്ന് അതുകൊണ്ട് അതിനെ വിലയിരുത്താം. താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേർന്നത്. 11 മണിക്ക് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് യഥാർത്ഥത്തിൽ ഈ ബസ് സമരം, സ്വകാര്യ ബസ്സുകളുടെ സമരം കുട്ടികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. റാഷി പറയുന്നു സ്കൂളുണ്ടോ എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറയുന്നു. റാഷി, സ്കൂളുണ്ട്, വിദ്യാലയങ്ങൾ അടച്ചിടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഋതുകൃഷ്ണ പറയുന്നു പരീക്ഷയുള്ള സമയത്ത് ഈ ബസ് സമരം തുടങ്ങിയത് വളരെ മോശമായി, കുട്ടികളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നാണ് റാഷി പറയുന്നത്. അതുപോലെ അസ്ന MP പറയുന്നു വലിയ കഷ്ടമായിപ്പോയി, ഞങ്ങളുടെ നാട്ടിൽ ഓട്ടോറിക്ഷ കയറണമെങ്കിൽ 200 രൂപ കൊടുക്കണം, അത്രയും ബുദ്ധിമുട്ടിലാണ്. പലപ്പോഴും 2 ബസ്സുകൾ മാറി കയറേണ്ട കുട്ടികളും ഉണ്ടെന്നൊക്കെ തന്നെ യൂട്യൂബിൽ സന്ദേശം വരുന്നു. എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കുക, പ്രത്യേകിച്ച് പരീക്ഷാക്കാലത്തെ കുട്ടികൾ അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റൊരു സ്റ്റോറിയിലേക്ക്. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യൻ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ച ഇടം. രാജ്യതലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിക്കൊണ്ട് കിങ് ജോർജ് 5ാമൻ്റെ പ്രഖ്യാപനമുണ്ടായ ഭൂമി. രാജ്യതലസ്ഥാനത്ത് ഈ സ്ഥലത്തെക്കുറിച്ച് പക്ഷേ ഡൽഹി സ്വദേശികൾക്ക് പോലും ഇപ്പോൾ കാര്യമായിട്ട് അറിയില്ല. പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന കൊളോണിയൽ പ്രതിമകളെ കൊണ്ടുവന്ന് തള്ളിയ ഡൽഹിയിലെ കൊറോണേഷൻ പാർക്കിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. പട്ടാഭിഷേക പാർക്ക് ഡൽഹിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 52 ഏക്കറിലായാണ് ഈ ബൃഹത് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 3 തവണ രാജപ്രൗഢിയുടെ ഡൽഹി ദർബാർ ചേർന്ന ഇടം, അതിൻ്റെ അടയാളമായി
കൂറ്റൻ സ്തൂപം ഉയർന്നു നിൽക്കുന്നു. 1877 ആദ്യ ഡൽഹി ദർബാർ വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി വാഴിക്കാനായിരുന്നു. 1903 എഡ്വേർഡ് ഏഴാമൻ്റെയും 1911 ഡിസംബർ 12 ജോർജ് അഞ്ചാമൻ്റെയും കിരീടധാരണം ആഘോഷിക്കാനായിരുന്നു 2ഉം 3ഉം ഡൽഹി ദർബാറുകൾ സംഘടിപ്പിച്ചത്. തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനുള്ള കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രഖ്യാപനവും 3ആം ദർബാറിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ബ്രിട്ടീഷ് അവശേഷിപ്പുകൾ പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു. ഇന്ത്യ ഗേറ്റിന് സമീപത്ത് നിന്ന് കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രതിമയുടെ മൂക്കും ചെവിയും ഒരു സംഘം തകർത്തു. 60 അടി ഉയരമുള്ള കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രതിമ 60കളുടെ മധ്യത്തിലാണ് ഇന്ത്യ ഗേറ്റിൽ നിന്നും ഈ പ്രതിമ കൊറോണേഷൻ പാർക്കിലേക്ക് മാറ്റിയത്. ന് പുറമെ രാജ്യമടക്കി വാണ വൈസ്രോയിമാരായ ലോർഡ് ഹാർഡിംഗ്, ലോർഡ് വില്ലിംഗ്ടൺ, ലോർഡ് ഇർവിൻ, ലോർഡ് ചെംസ്ഫോർഡ് എന്നിവരുടെ പ്രതിമകളും കൊറോണേഷൻ പാർക്കിലേക്ക് മാറ്റി. പാർക്ക് നവീകരിച്ചെങ്കിലും ചരിത്ര പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമമുണ്ടായില്ല. ഇവിടെ ഒരു മ്യൂസിയമോ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഒന്നും എഴുതിയിട്ടില്ല. ആക്ച്വലി ഒരു ഹിസ്റ്ററിയുടെ ജരൂരത്താണ് ഇവിടെ, ഒരു ആവശ്യമാണ് ഇവിടെ. ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവിടെ അടുത്ത് കിടക്കുന്ന ജനങ്ങൾക്കും വർഷങ്ങൾ കൊണ്ട് കിടക്കുന്ന ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്ററി അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് ഇവിടെ. ആക്ച്വലി ഇവിടെ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ മ്യൂസിയമോ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോ അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ജനങ്ങളുടെ പ്രഭാത നടത്തത്തിനും സായാഹ്ന നേരം ചെലവഴിക്കുന്നതിനും മാത്രമായി ഈ ചരിത്രഭൂമി ചുരുക്കപ്പെട്ടിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെ കടുത്ത അവഗണന നേരിടുകയാണ്. എങ്കിലും ചരിത്ര മുഹൂർത്തങ്ങൾക്ക് മരണമില്ല. ക്യാമറമാൻ രാജ് സിംഗ് ഭാട്ടിക്കൊപ്പം MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ചരിത്രത്തിലേക്ക് മാറിയ പ്രതിമകളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. നമ്മളിനി കോഴിക്കോട് സിൽവർ ലൈൻ കല്ലിടിൽ നിന്ന് പുനരാരംഭിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടൻ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കല്ലിടൽ, അതിന് പിന്നാലെയുള്ള പ്രതിഷേധം, എന്തൊക്കെയാണ് വാർത്തകൾ? വെരി ഗുഡ് മോർണിംഗ് SKN. SKN ഇന്ന് കേരള അധികൃതർ പറയുന്നത് ഇന്ന് കല്ലിടൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ്. അത് കല്ലായിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് സമരസമിതിയുടെ അധികൃതർ, അതിൻ്റെ ഭാരവാഹികൾ പറയുന്നത്. ഫൈസൽ പള്ളിക്കണ്ടിയും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഏത് വിധേനയും അത് തടയുമെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കല്ലായിൽ ഒരു വിശേഷം കൂടിയുണ്ട്. കാരണം ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തിപരമായ കേസുകൾ നൽകാനാണ് അവിടെയുള്ള സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് SKN. അതായത് സാധാരണഗതിയിലുള്ള ഒരു സമരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കല്ലിടാൻ വരുന്ന സ്വന്തം പറമ്പിലേക്ക് അനധികൃതമായി അതിക്രമിച്ചു കയറുന്നു എന്നുള്ള രീതിയിൽ ഓരോ ഉദ്യോഗസ്ഥരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെച്ചുകൊണ്ട് കേസിലേക്ക് കടക്കുന്നു. മറ്റൊരു കാര്യം, ഇതിനോടനുബന്ധിച്ച് തന്നെ ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആ മാർച്ച് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. അത് T സിദ്ദിഖാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, KPCC വർക്കിംഗ് പ്രസിഡന്റ്. അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് ഇന്ന് കല്ലായിയും അതുപോലെ കളക്ടറേറ്റും സമര കേന്ദ്രമായി മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് കേരള അധികൃതർ, സർക്കാരും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് SKN. അതുപോലെ മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ ബസ് സമരമാണ്. കുട്ടികളൊക്കെ ഒരുപാട് യൂട്യൂബ് സന്ദേശങ്ങൾ അയക്കുകയാണ്. പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ചാർജൊക്കെ കൊടുത്ത് പോകാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു. കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലും സമരം എങ്ങനെയാണ്? പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികൾ എന്ത് ചെയ്യും? SKN ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പൊതുജനങ്ങൾ പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് മലബാറിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ്. കാരണം KSRTC ബസ്സുകളാണ് തെക്കൻ കേരളത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നതെങ്കിൽ വടക്കൻ കേരളം പൂർണ്ണമായും ഗതാഗത സംവിധാനം നിൽക്കുന്നത് തന്നെ സ്വകാര്യ ബസ്സുകളെ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ ഇന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ ക്യാമറാമാൻ ഉണ്ണി തൂവൂർ ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം, ഒരു സ്വകാര്യ ബസ് പോലും ഇവിടുന്ന് സർവീസ് നടത്തിയിട്ടില്ല. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഈ SKN പറഞ്ഞതുപോലെ സ്കൂൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ പോലെ തന്നെ നിത്യജീവിതത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രധാന പ്രശ്നം, കൂടുതൽ KSRTC സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് നിന്നും ഒരു സർവീസ് പോലും അധികമായി നടത്തുന്നില്ല എന്നുള്ളതാണ് KSRTC അധികൃതർ പറയുന്നത്. ഇതിൻ്റെ കാരണം പറയുന്നത് ബസ്സില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചു പോകുന്ന ഒരു മേഖലയ്ക്ക് അഡീഷണലായി
ബസ് സർവീസ് അനുവദിക്കാൻ KSRTC ഈ നിർണായക ദിവസം തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വിരോധാഭാസം കൂടി പങ്കുവയ്ക്കുകയാണ് SKN. കാരണം അധികൃതർ ഈ വേളയിലെങ്കിലും, ഇന്ന് പുലർച്ചെയാണ്, രാവിലെയാണ്, ഇപ്പോഴെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ മറ്റ് ഡിപ്പോകളിൽ നിന്നും കോഴിക്കോട്ടേക്ക് KSRTC ബസ്സുകൾ എത്തുകയും അഡീഷണൽ സർവീസ് നടത്തുകയും ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമുക്ക് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലേക്ക്. തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഉത്സവം നിങ്ങൾക്കറിയാം. IFFK വിശേഷങ്ങൾ. കാഴ്ചയുടെയും സംസ്കാരത്തിൻ്റെയും യാത്രയുടെയും ഒക്കെ ഒരു ഒത്തുചേരലാണ് ഓരോ ചലച്ചിത്രമേളയും. തമിഴ്നാട് മധുര സ്വദേശി കാർത്തിക് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് എത്തുന്നത് തുടർച്ചയായ 8ാമത്തെ വർഷമാണ്. കടലും കാലവും ഒക്കെ കടന്ന് ചലച്ചിത്രമേളയ്ക്കെത്തുന്ന കാർത്തികിൻ്റെ വിശേഷങ്ങളിലേക്ക്. கேரளா ஃபிலிம் ஃபெஸ்டிவல் போகிறேன். ஓ, கேரளா போறியா? ஆமாம். சரி, போயிட்டு வா. சரி, பாய். இது நான் எல்லா வருஷமும் காத்திருக்கிற ஒரு பயணம். ஐ ஜஸ்ட் லவ் திஸ் ஜர்னி. வாழ்க்கையில் எனக்கு ரொம்ப பிடிச்ச விஷயம் சினிமா. ஆமாம், ஆனால் நான் ஒரு சினிமாக்காரன் இல்லை. எல்லாரும் என்கிட்ட கேட்பாங்க, நீ என்ன PhD படிச்சுட்டு சினிமா மேலே பைத்தியமாக இருக்கேன்னு. ஏன் அப்படி இருக்கக்கூடாதா? இந்த பயணம் என்னை எங்கே கொண்டு போய் சேர்க்கும்னா IFFK. തുടർച്ചയായ 8 വർഷങ്ങളിൽ കാർത്തിക് കണ്ട ചലച്ചിത്രമേള കാഴ്ചകൾ, മനുഷ്യർ, സിനിമകൾ എല്ലാത്തിനും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മാറ്റങ്ങളിലെ മാറ്റങ്ങളിൽ മാറ്റവരാത്ത ഒന്നു മാത്രം, സിനിമയെ നെഞ്ചോട് ചേർക്കുന്ന കുറേ മനുഷ്യർ. മേള തുടങ്ങി 5ാം ദിനത്തിൽ ഞങ്ങൾ കാർത്തികിനെ കണ്ടുമുട്ടുമ്പോൾ മേളയിൽ ഈ ചെറുപ്പക്കാരൻ കണ്ടു തീർത്തത് 30-നടുത്ത് സിനിമകളാണ്. സംവിധായകനാകാനോ അഭിനേതാവാകാനോ ഛായാഗ്രഹകനാകാനോ അല്ല കാർത്തിക് സിനിമകളെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത്. വിവിധ ദേശങ്ങളുടെ സംസ്കാരങ്ങളെ അടുത്തറിയാനാണ്. അതുകൊണ്ട് തന്നെയാണ് കാർത്തിക്കിന്റെ സൗഹൃദ വലയത്തിൽ മേളയിലെ മലയാളികളും തമിഴ്നാട് സ്വദേശികളും ഹിന്ദി കൂട്ടുകാരിയുമൊക്കെ ഇടം പിടിച്ചത്. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ 8ാം വർഷത്തെ അനുഭവങ്ങളും സൗഹൃദങ്ങളും സിനിമകളും കൂടെ കൂട്ടി കാർത്തിക് മടങ്ങുകയാണ് വൈഗാ നദിക്കരയിലേക്ക്, മധുര പട്ടണത്തിലേക്ക്. ക്യാമറമാൻ വിപിൻ വേളിക്കും ശിവയ്ക്കുമൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 തിരുവനന്തപുരം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് യുദ്ധം ആരംഭിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ കീഴടക്കാമെന്ന റഷ്യയുടെ വ്യാമോഹം പൊലിഞ്ഞു വീണു. തങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തരായ റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്താതെ അസാധാരണ ചെറുത്തുനിൽപ്പാണ് യുക്രൈനിലെ ആളുകൾ ചെയ്യുന്നത്. ഫെബ്രുവരി 24-നാണ് യുക്രൈനെതിരെ പ്രത്യേക സൈനിക നീക്കമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വീഡിയോ സന്ദേശം പുറത്തുവരുന്നത്. നാറ്റോ പ്രവേശനത്തിനായി യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളോട് കൂടുതൽ അടുത്തതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനം. ഇതേ ദിവസം തന്നെ തലസ്ഥാന നഗരമായ കീവിലും പ്രധാന നഗരങ്ങളായ ഖാർക്കീവിലും മരിയുപോളിലും സുമി ദ്വീപിലും റഷ്യ ആക്രമണം നടത്തി. ചെർണോബിൽ ആണവ നിലയം പിടിച്ചെടുത്തു. 25-ന് കീവിലേക്ക് റഷ്യ മാർച്ച് ആരംഭിച്ചു. യുക്രൈനിലെ അധിനിവേശത്തെ ശക്തമായി അപലപിക്കുകയും റഷ്യൻ സൈന്യം പിന്മാറണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ അമേരിക്കയും അൽബേനിയയും ചേർന്ന് അവതരിപ്പിച്ചു. എന്നാൽ സ്ഥിരാംഗമായ റഷ്യ വീറ്റോ ചെയ്തതോടെ പ്രമേയം പാസ്സായില്ല. അതേസമയം അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും അടക്കം വിവിധ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കി. യുദ്ധം ആരംഭിച്ച് 5ാം ദിവസം ബെലാറൂസിൽ ആദ്യത്തെ സമാധാന ചർച്ച നടന്നു. കാര്യമായ തീരുമാനങ്ങളൊന്നുമില്ലാതെ ചർച്ച അവസാനിച്ചു. ആക്രമണം കടുപ്പിച്ച കീവിലും ഖാർക്കീവിലും മരിയുപോളിലും ചെർണീവിലും സുമിയിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഒഴിഞ്ഞുപോകാൻ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 2ാം ഘട്ട സമാധാന ചർച്ചയും തീരുമാനമൊന്നുമാകാതെ പിരിഞ്ഞു.
മാർച്ച് 1 തലസ്ഥാന നഗരമായ കീവ് റഷ്യ വളഞ്ഞു. ഇതേ ദിവസം ഇന്ത്യൻ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മാർച്ച് 4 യുക്രൈനിലെ സപ്രോഷ്യ ആണവ നിലയം റഷ്യ പിടിച്ചെടുത്തു. ഇതിനിടെ മാർച്ച് 15 ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, സ്ലൊവേനിയ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാർ യുക്രൈന് ഐക്യദാർഢ്യവുമായി സെലൻസ്കിയെ കാണാനെത്തി. ഇതിനിടെ നാറ്റോയിൽ ചേരില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചത് ശ്രദ്ധേയമായി. അതേസമയം പുടിൻ യുദ്ധക്കുറ്റവാളിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. റഷ്യയുടെ കണക്ക് പ്രകാരം 10,000 സൈനികരാണ് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം 15,000-ലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് യുക്രൈൻ അറിയിച്ചു. സാധാരണക്കാർക്കു നേരെ ആക്രമണം നടത്തില്ല എന്ന് റഷ്യ ആവർത്തിച്ചിരുന്നുവെങ്കിലും മരിയുപോളിലും കീവിലും ഖാർക്കീവിലുമടക്കം നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്ത് നിന്ന് ഇതുവരെ 1 കോടി പേർ പലായനം ചെയ്തുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഈ ഒരു മാസം തികയുന്ന വേളയിൽ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും ജയിച്ചില്ല എന്ന് മാത്രമല്ല, 10,000-കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതം കീറാമുട്ടിയായി. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. കുറേ അധികം ആളുകൾ യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. അഭയാർത്ഥികളും അനാഥരുമാകുന്ന ഇവരുടെ ജീവിതമാണ് ലോക മനുഷ്യരാശി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യുക്രൈനിൽ മനുഷ്യത്വപരമായ സഹായവുമായി ബന്ധപ്പെട്ട UN-ൽ റഷ്യ അവതരിപ്പിച്ച കരട് പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. 15-അംഗ UN സുരക്ഷാ സമിതിയിൽ ചൈനയും റഷ്യയും മാത്രമാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. യുക്രൈനിലെ റഷ്യൻ സേന നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാത്ത പ്രമേയത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രമേയം വന്നത്. ഇന്ത്യക്ക് പുറമെ UAE അടക്കമുള്ള 13 രാജ്യങ്ങളാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. അതേസമയം യുക്രൈനിലെ ആക്രമണം ചെറു പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് റഷ്യ. ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള റഷ്യയുടെ ആക്രമണം നേരിടാൻ കടുത്ത ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പല കുട്ടികളും ഇന്ന് ഇപ്പോൾ 1 മുതൽ 9 വരെ പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം ഇന്ന് വ്യാഴാഴ്ചയും പരീക്ഷയുണ്ട്. പരീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു മിക്ക കുട്ടികളും ഇങ്ങനെ യൂട്യൂബിലൂടെ സന്ദേശം അയക്കുന്നുണ്ട്. വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ഇതുവരെ പരീക്ഷ മാറ്റിയിട്ടില്ല. പരീക്ഷ സാധാരണ പോലെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നടക്കും. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എത്തണം. എനിക്കറിയാം നിങ്ങൾക്ക് ബസ് കയറി ഇന്ന് സ്വകാര്യ ബസ്സിലൊക്കെ കയറാനുള്ള പ്രശ്നം അറിയാം. പ്രൈവറ്റ് ബസ് ഇന്ന് സമരത്തിലാണ്. ഒരുപാട് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് പോകേണ്ടി വരും. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തേ മതിയാകൂ. പരീക്ഷ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പത്രപാരായണമാണ്. TK റിജിത്ത് കേരളത്തിലിറങ്ങിയ പത്രങ്ങളുടെ പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്താനായി എത്തുന്നു. ഓവർ ടു റിജിത്ത്. മാതൃഭൂമിയിൽ നിന്ന് ആരംഭിക്കാം. താങ്ക് യു SKN. പത്രവിശേഷം ആരംഭിക്കുകയാണ്. മാതൃഭൂമിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നു. അനുമതിക്ക് മിന്നൽ നീക്കം എന്നാണ് മാതൃഭൂമി നൽകുന്ന തലക്കെട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ പോകുന്നു. കനം വെച്ച് കേരയിൽ സമരം പ്രതിരോധിക്കാൻ സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി അതിന്റെ വിവരങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ട് മാതൃഭൂമിയുടെ 1-ാം പേജിൽ. സിൽവർ ലൈൻ വരുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്ന ചോറ്റാനിക്കര സ്വദേശിയായ ശ്രീദേവിയുടെ വിലാപം ഒരു ചിത്രമായി ആ വാർത്തയ്ക്കൊപ്പം ഇടം പിടിക്കുന്നുണ്ട്. മറ്റൊന്ന്, ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മന്ത്രിയുടെ വീടിരിക്കുന്ന ഭാഗത്ത് അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണം ഈ ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉയർത്തിയിരിക്കുന്നു. അതിന് മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകിയിരിക്കുന്നു. സിൽവർ ലൈന് എന്റെ വീടും വിട്ടു നൽകാം എന്നുള്ള തലക്കെട്ടോടുകൂടി ആ 2 പ്രതികരണങ്ങളും ചേർത്ത് നിർത്തുന്നുണ്ട്. സിൽവർ ലൈൻ ആവശ്യമെങ്കിൽ എന്റെ വീട് വിട്ടു നൽകാൻ ഒരു മടിയുമില്ല. ഞാൻ അലൈൻമെന്റ് മാറ്റിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടു. അത് അടിസ്ഥാനരഹിതമാണ് എന്ന സജി ചെറിയാന്റെ പ്രതികരണം ചേർത്ത് നിർത്തുന്നുണ്ട് ആ വാർത്തയ്ക്കൊപ്പം. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, മാസ്കും സാമൂഹിക അകലവും തുടരണം എന്ന തലക്കെട്ടോടുകൂടിയാണ്. 2 വർഷമായി തുടരുന്ന കോവിഡ് നിയന്ത്രണങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം ഇളവ് വരുത്തി. മുഖാവരണവും സാമൂഹിക അകലവും ഒഴികെയുള്ള മിക്ക നിയന്ത്രണങ്ങളും പിൻവലിച്ചു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. മറ്റൊന്ന്, സ്വകാര്യ ബസ് സമരം തുടങ്ങിയിരിക്കുന്നു. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് തുടക്കമായിരിക്കുന്നു. അത് 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ, സിൽവർ ലൈൻ അംഗീകാരത്തിന് തിരക്കിട്ട നീക്കം, മോദിയെ കാണാൻ പിണറായി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടം പിടിക്കുന്നത്. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരിക്കും. അതിന്റെ വിവരങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ട്. പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രധാന റിപ്പോർട്ട് ഇടം പിടിക്കുന്നു. കല്ലാണ് നെഞ്ചിൽ എന്ന കുറിപ്പോടുകൂടി ഒരു ചിത്രം ഇടം പിടിക്കുന്നുണ്ട്. മലപ്പുറം തവനൂർ വില്ലേജിൽ ഉൾപ്പെട്ട കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ സിൽവർ ലൈൻ സർവേ കല്ല് സ്ഥാപിക്കുമ്പോൾ ക്യാമ്പസിന് പുറത്ത് ആശങ്കയോടെ ഇരിക്കുന്ന മൂവാങ്കര കുണ്ടൻപറമ്പിൽ തങ്കയുടെ ചിത്രമാണ് ഇടം പിടിക്കുന്നത്.
ആ വാർത്തയ്ക്കൊപ്പം തന്നെ മറ്റൊന്ന്, പാർട്ടി പറഞ്ഞാൽ ബഫർ സോൺ ഉണ്ട്. കോടിയേരി സ്ഥിരീകരിച്ചതിന് പിന്നാലെ പറഞ്ഞത് വിഴുങ്ങി മന്ത്രി സജി ചെറിയാൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു പ്രത്യേക റിപ്പോർട്ട് ഇടം പിടിക്കുന്നു. കോവിഡ് നിയന്ത്രണം നീക്കി മാസ്കും അകലവും തുടരണം എന്ന തലക്കെട്ടോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത ഇടം പിടിക്കുന്നുണ്ട്. ഒരു കൈ നോക്കാൻ എന്ന കുറിപ്പോടുകൂടി ഒരു ചിത്രം കൂടി മലയാള മനോരമയുടെ 1-ാം പേജിലുണ്ട്. അതിങ്ങനെയാണ്: യുക്രൈനിലെ ലിവ്യൂവിൽ ആയുധ വ്യാപാര കേന്ദ്രത്തിൽ റൈഫിൾ പരിശോധിക്കുന്ന ആളുടെ ചിത്രമാണ്. യുദ്ധം തുടങ്ങിയ ശേഷം തോക്കുകളുടെ വിൽപ്പനയും പരിശീലനവും യുക്രൈനിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ചിത്രം. യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 1 മാസം പിന്നിടുന്നു. മുറിവേറ്റിട്ടും തളരാതെ യുക്രൈൻ എന്ന തലക്കെട്ടോടുകൂടി 1-ാം പേജിൽ ആ വാർത്ത നൽകുന്നു മലയാള മനോരമ. കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേസില്ല പക്ഷേ മാസ്ക് മാറ്റേണ്ട എന്ന തലക്കെട്ടോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നു. 1-ാം പേജിൽ നിന്നൊരു ചിത്രം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതിലും താഴാൻ വയ്യ എന്ന കുറിപ്പോടുകൂടിയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രമാണ്. അതിങ്ങനെയാണ്: സംസ്കൃത സാഹിത്യത്തിന് കേരളീയ ശങ്കരമഠങ്ങളുടെ സംഭാവന എന്ന വിഷയത്തിൽ തൃശൂർ തെക്കേമഠം ലക്ഷ്മി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെക്കേമഠം നോക്കിക്കാണുന്നതിനിടെ തലയടിക്കാതിരിക്കാൻ കുനിയുന്നതിന്റെ ചിത്രമാണ്. അതിന് ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇതിലും താഴാൻ വയ്യ എന്നൊരു കുറിപ്പാണ്, മനോഹരമായ ഒരു കുറിപ്പാണ് ആ ചിത്രത്തിന് കേരള കൗമുദി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, 3 സഖ്യകക്ഷികളും കൈവിട്ടു, പിടിവിട്ട് ഇമ്രാൻ എന്ന തലക്കെട്ടോടുകൂടി പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി 1-ാം പേജിൽ ഇടം പിടിക്കുന്നു. പാകിസ്ഥാനിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് ആസന്നമായിരിക്കെ 3 പ്രമുഖ സഖ്യകക്ഷികൾ പ്രതിപക്ഷ മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന പ്രധാനമന്ത്രിയെ കാണും, വഴി തുറക്കാൻ എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. സിൽവർ ലൈൻ അടക്കം വിവിധ വികസന പദ്ധതികൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു. പദ്ധതിയുടെ അനുമതിക്കായി ഡിസംബറിൽ മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കായിക വാർത്ത കൂടി ദേശാഭിമാനിയുടെ 1-ാം പേജിലുണ്ട്. റാങ്ക് 1, പ്രായം 25, ബൈ പറഞ്ഞ് ബാറ്റി എന്നാണ് ആ വാർത്ത. ടെന്നീസ് ലോകത്ത് ഞെട്ടിച്ച ലോക 1-ാം നമ്പർ വനിതാ താരം ആഷ്ലി ബാറ്റി 25-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് സ്വപ്നങ്ങൾ പിന്തുടരാൻ റാക്കറ്റ് താഴ്ത്തുകയാണെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ താരം വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് ദേശാഭിമാനിയിൽ. ഇനി വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നു. കേരളയിൽ മന്ത്രി സജി ചെറിയാന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിക്കായി അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിന്റെ രേഖകൾ പുറത്തുവിട്ടു എന്നാണ് പറയുന്നത്. ചിത്രം സഹിതം ആ വാർത്ത ഇടം പിടിക്കുന്നു. രാഷ്ട്രീയ പ്രതികരണങ്ങളുണ്ട്. കേരളയിൽ പിണറായിയുടെ ലക്ഷ്യം 10% കമ്മീഷൻ എന്ന കെ സുധാകരന്റെ പ്രതികരണം ഇടം പിടിക്കുന്നു. ജനവികാരം മാനിക്കുന്ന ഗവർണറുടെ പ്രതികരണം ഇടം പിടിക്കുന്നു ആ വാർത്തയ്ക്കൊപ്പം വീക്ഷണത്തിൽ. ഒപ്പം തന്നെ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നലെ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. പാർലമെന്റിന് മുമ്പിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധത്തിന്റെ ചിത്രം കൂടി ഇടം പിടിക്കുന്നുണ്ട്. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ മംഗളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്ന ഒന്ന്, ലങ്കൻ പെട്രോൾ പമ്പുകളിൽ സൈന്യം, ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ എന്ന തലക്കെട്ടോടുകൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധി അവിടെ രൂക്ഷമാണ്. പെട്രോൾ പമ്പുകളിൽ വലിയ രീതിയിലുള്ള വിലവർദ്ധനവുണ്ട്, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. അവരെ നിയന്ത്രിക്കാൻ സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. വിലക്കയറ്റം, പട്ടിണി, പലായനം, ദുരിത ദ്വീപായി ശ്രീലങ്ക എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയാണ് ജനയുഗം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുന്നത്. ജന്മഭൂമിയിലേക്ക് വന്നാൽ മന്ത്രിക്ക് വേണ്ടി അലൈൻമെന്റ് മാറ്റിയെന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നു. എസ് കെ. താങ്ക് യു ടി കെ റിജിത്ത്. ഇനി പത്രങ്ങളുമായി റിജിത്ത് വായന തുടരുന്നത് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. ഇപ്പോൾ സമയം 7:51. ബന്ധങ്ങൾ വഷളാകുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ എങ്ങനെ നമുക്ക് ദൃഢപ്പെടുത്തി നിർത്താമെന്ന് വിശദീകരിക്കാൻ ഇന്നത്തെ റിലാക്സ് പ്ലേസിൽ ഡോക്ടർ എൽസി ഉമ്മൻ. ഓവർ ടു ഡോക്ടർ എൽസി ഉമ്മൻ. ബന്ധുക്കൾ, ശത്രുക്കൾ, ഇതൊരു സിനിമയുടെ പേരാണെങ്കിലും ഇന്ന് നാം കാണുന്ന ക്രൂരതകൾ കാണുമ്പോൾ ഇത് സത്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അച്ഛൻ, അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, തൻ്റെ മകന്റെ കുടുംബത്തെ ഒന്നടങ്കം ചുട്ടുകരിച്ച വാർത്ത നമ്മുടെ ബന്ധങ്ങളിലേക്കുള്ള ചൂണ്ടുപലക തന്നെയാണ്. കൊല്ലുവാൻ തക്കവണ്ണം ഈ മനുഷ്യൻ എന്ത് പകയാണ് എന്ന് ചികയുന്നതിനല്ല ഈ എപ്പിസോഡ്. അതിലുമുപരി എങ്ങനെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യയിലെ സംസ്കാരം അനുസരിച്ച് ഒരു കുഞ്ഞു വളർന്ന് വിവാഹപ്രായം എത്തുന്നതുവരെയെങ്കിലും മാതാപിതാക്കളുടെ തണലിൽ അവരോടൊപ്പം കഴിയുകയാണ് പതിവ്. വിവാഹശേഷവും കൂടെ താമസിക്കുന്നവരും ഉണ്ടാകാം. പരസ്പര ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അല്ലാതെ നാട്ടുനടപ്പനുസരിച്ച് മാത്രമാണെങ്കിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും ജീവിതം യാതനാപൂർണമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പലപ്പോഴും മക്കൾ ചിന്തിക്കുന്നത് മാതാപിതാക്കളുടെ അധ്വാന ഫലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്നെയാണ്. പരമ്പരാഗതമായ സ്വത്ത് മക്കൾ യാതൊരു അധ്വാനവും കൂടാതെ നേടിയെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാതാപിതാക്കളുടെ കഷ്ടപ്പാടും ത്യാഗവും നിമിത്തം ആർജിച്ച സ്വത്ത് മക്കൾ അവകാശമെന്ന നിലയിൽ ധൂർത്തടിക്കാൻ ശ്രമിക്കുന്നിടത്താണ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാൻ ആദ്യം കാരണമാകുന്നത്. തങ്ങൾ ആർജിച്ചവയെല്ലാം മക്കൾ നഷ്ടപ്പെടുത്തുന്നു എന്ന ആധിയാണ് പല മാതാപിതാക്കളുടെയും ഉള്ളിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ മടിയാണിവർക്ക്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനം ഇന്നത്തെ യുവദമ്പതികൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്.
പിതാവുമായി നല്ല ബന്ധം ചെറുപ്പകാലത്തുള്ള കുട്ടികൾ പിന്നീട് ജീവിത പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടവരാണത്രേ. ഒരു കുട്ടിയുടെ വളർച്ച അമ്മയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അച്ഛൻ്റെയും സ്ഥാനമെന്ന് ഈ പഠനം തെളിയിക്കുന്നു. അമ്മമാർ കുട്ടികളെ മൃദുലമായും അനുഭാവപൂർവ്വവും കൈകാര്യം ചെയ്യുമ്പോൾ അച്ഛന്മാർ പൊതുവെ അല്പം ടഫായിട്ടായിരിക്കും കുട്ടികളോട് പെരുമാറുക. അമ്മയോട് കാണിക്കുന്ന അതേ സ്വാതന്ത്ര്യം കുട്ടികൾ അച്ഛനോട് കാണിക്കാറില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. പിതാവുമായി നല്ല ബന്ധമുള്ളപ്പോൾ തന്നെ മക്കളോട് അല്പം പരുക്കനായ രീതിയിലാവും പിതാവ് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുക. ഇത് കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികളെ വെല്ലുവിളികളെ നേരിടാനും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് മാർഗങ്ങൾ തേടാനും സഹായിക്കുന്നു. ഇത് മുതിർന്ന പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനമാണ്. ഒരു കുടുംബത്തിൽ പലപ്പോഴും അക്രമങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരായതുകൊണ്ടാണ് ഇങ്ങനൊരു പഠനം നടത്തിയത്. കുട്ടിക്കാലത്ത് നാം കുട്ടികളോട് എപ്രകാരം പെരുമാറുന്നു, സ്നേഹിക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ എപ്രകാരം സഹായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവർ വളരുമ്പോൾ മാതാപിതാക്കളുമായി ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കുമോ എന്നതിന്റെ അളവുകോൽ എന്ന് സാരം. കുഞ്ഞുങ്ങളുടെ ആവശ്യ സമയത്ത് കൈത്താങ്ങായി നിൽക്കാൻ കൂട്ടാക്കാത്ത മാതാപിതാക്കളെ കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ തള്ളിക്കളയുമെന്നതിൽ തർക്കമില്ല. രണ്ടാമത്തെ പ്രശ്നം കുട്ടികൾ തമ്മിലുള്ള ഇഴയടുപ്പവും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധവുമാണ്. മക്കളെ എല്ലായ്പ്പോഴും തുല്യതയോടെ സ്നേഹിക്കണമെന്ന് പറയാറുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെ ആവില്ല എന്നതാണ് സത്യം. അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിയാലും മക്കൾക്ക് തോന്നുകയില്ല എന്നതാണ് വാസ്തവം. മക്കളെ ഒരുപോലെ സ്നേഹിക്കുകയും വളരുവാനുള്ള അവസരം ഒരുപോലെ നൽകുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ പ്രഥമ കടമയാണ്. നന്നായി പെർഫോം ചെയ്യുന്നവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അത് മറ്റു മക്കൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ടാകരുത് എന്ന് സാരം. പല വലിയ തെറ്റുകളുടെയും ആരംഭം പ്രാരംഭ ദിശയിൽ നമ്മൾ കാണിക്കുന്ന ഇത്തരം ചില അബദ്ധങ്ങൾ കൊണ്ടുകൂടിയാകാം. ചുരുക്കത്തിൽ കുട്ടികളിൽ സ്നേഹവും കരുതലും ആർദ്രതയും അനുകമ്പയും പരസ്പര വിശ്വാസവും സഹകരണവും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്ത് തങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്ന മക്കളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ദാനമായി കിട്ടുന്നതിനെ അവകാശമായി കണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കാതെ സ്വന്തമായി അധ്വാനത്തിൽ ആത്മാഭിമാനത്തോടെ വളരാൻ പരിശ്രമിക്കുക. മാതാപിതാക്കളുടെ പിൻബലം മക്കൾക്ക് ഉയരങ്ങളിൽ എത്താനുള്ള അടിസ്ഥാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പുതിയ പരമ്പര സീത പെണ്ണ് ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:30 ഫ്ലവേഴ്സിൽ. സീത വീണ്ടും വരികയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഫ്ലവേഴ്സിൻ്റെ ഗോൾഡൻ സ്ക്രീനിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായ പരമ്പരയായിരുന്നു സീത പെണ്ണ് എന്ന പേരിൽ. അത് വീണ്ടും സീത നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സ്ക്രീനിലേക്ക് വരുന്നു. തിങ്കളാഴ്ച മുതൽ രാത്രി 7:30 ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്ന. തിങ്കൾ മുതൽ ശനി വരെയായിരിക്കും ഇതിൻ്റെ സംപ്രേഷണം. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. കുട്ടികൾക്ക് വളർത്താൻ ആടിനെ നൽകുന്ന ഒരു സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്കൂളുണ്ട് മലപ്പുറം തേഞ്ഞിപ്പലത്ത്. ഇളമ്പുലാശ്ശേരി LP സ്കൂളിലെ കൈതാങ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് സൗജന്യമായി ആടിനെ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇതര ജീവികളോടുള്ള സ്നേഹം വളർത്തിയെടുക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ സ്വന്തം ആട് കൈത്താങ് പദ്ധതിക്ക് കീഴിൽ സ്കൂൾ നടപ്പാക്കുന്ന വ്യത്യസ്ത ആശയമാണിത്. താല്പര്യവും അർഹതയുമുള്ള കുട്ടികൾക്ക് സ്കൂൾ ഒരു ആടിനെ നൽകും. ആടിനെ കിട്ടിയ കുട്ടികളൊക്കെ മികച്ച പരിപാലനമാണ് ഇവയ്ക്ക് നൽകുന്നത്. ഞാൻ ചെറുപ്പത്തിൽ നിൽക്കില്ല, ഒരു ആടുണ്ടേനി പ്രസവിക്കാനായ, അതിൻ്റെ ചെവിക്ക് ഒരു നായ ഒന്ന് കടിച്ച്, അപ്പോൾ അത് അപ്പം മൃഗാശുപത്രി പോയപ്പോൾ അതിനെന്നിട്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വിച്ച്. അപ്പം എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ആടിനെ എനിക്ക് വേണം എന്നൊക്കെ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു. സ്കൂളിൽ നിന്ന് നൽകിയ ആട് പ്രസവിക്കുമ്പോൾ ഒരു കുട്ടിയാടിനെ സ്കൂളിന് നൽകണം. അതിനെ മറ്റൊരു വിദ്യാർത്ഥിക്ക് സ്കൂൾ നൽകും. അങ്ങനെ കുട്ടികൾക്ക് ഇതര ജീവികളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുകയാണ് സ്കൂൾ ലക്ഷ്യം. നിർധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ഇതിലൂടെ ലഭിക്കുന്നു. ഒരു വർഷം ഒരു ആടിന് കുട്ടി കൊടുക്കും. ആ ആട് പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായി ആടിന് ഒരുപാട് കുട്ടികൾ വരും. ഒരാടിനെ സ്കൂളിലേക്ക് തിരിച്ചു തരും, അത് വേറൊരു കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ നിലക്കാതെ തുടരുന്നൊരു പരിപാടിയായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തേഞ്ഞിപ്പലം ഒരു ആട് ഗ്രാമമായി മാറുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അടുത്ത വർഷം 25 ആടുകളെ ഒരു ടീം തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പഞ്ചായത്ത് മുഴുവൻ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആട് വളർത്താനുള്ളതും അതോടൊപ്പം ഭൂമി മനുഷ്യൻ്റെത് മാത്രമല്ല എല്ലാവരുതാണെന്നൊരു സന്ദേശം കൂടി ഇതിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്കൂളിലെ കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി ഭൂമിക്കും ജീവജാലങ്ങൾക്കും സഹായകമാകുന്ന നിരവധി പദ്ധതികൾ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. 2012 പദ്ധതി ആരംഭിച്ചത്. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കപ്പുറം അതിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുകയാണ് കൈത്താങ്ങ് പദ്ധതിയിലൂടെ എളമ്പുലാശ്ശേരി ALP സ്കൂൾ. സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. സന്തോഷമായി, കുട്ടികൾക്ക് ഒരു ആട് ജീവിതം.